എനിക്കെൻ്റെ സെൽഫോൺ നഷ്ടപ്പെട്ടു. അതാരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. നീ നിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയോ? നീ പോലീസിനെ വിവരം അറിയിക്കണം. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ജോൺ, ടോണി, ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഇതിനു മുമ്പും ഇതുപോലെയുള്ള കോൺവെർസേഷൻ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് എന്ന പേരിലെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കോൺവെർസേഷൻ തുടങ്ങാം. വെൽക്കം ടു ഹെന്നാസ് ഇംഗ്ലീഷ്. ജോണ് ടോണിയോട് പറയണേ, എനിക്ക് എൻ്റെ സെൽഫോൺ നഷ്ടപ്പെട്ടു. എങ്ങനെ പറയാം? ഐ ലോസ്റ്റ് മൈ സെൽഫോൺ. എങ്ങനെയാണ്? ഐ ലോസ്റ്റ് മൈ സെൽഫോൺ. എനിക്ക് എൻ്റെ സെൽഫോൺ നഷ്ടപ്പെട്ടു. ലൂസ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ സെൽഫോൺ നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് മൈ സെൽഫോൺ. ടോണി ചോദിക്കണേ, എവിടെ വെച്ചാണ് നിനക്കത് നഷ്ടപ്പെട്ടത്? വേർ ഡിഡ് യു ലൂസ് ഇറ്റ്? വേർ ഡിഡ് യു ലൂസ് ഇറ്റ്? എവിടെ വെച്ചാണ് നിനക്കത് നഷ്ടപ്പെട്ടത്? അപ്പോൾ ജോൺ പറയണേ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ. എനിക്കറിയില്ല. അപ്പോൾ ടോണി ചോദിക്കണേ, നീ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു കോൾ യുവർ ഫോൺ? ഡിഡ് യു കോൾ യുവർ ഫോൺ? നീ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയോ? ഡിഡ് യു കോൾ എന്ന് പറഞ്ഞാൽ നീ വിളിച്ചോ? യുവർ ഫോൺ, നിൻ്റെ ഫോണിലേക്ക്. ഡിഡ് യു കോൾ യുവർ ഫോൺ? നീ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചോ? അപ്പോൾ ജോൺ പറയണേ, അതെ, പക്ഷെ അത് സ്വിച്ച്ഡ് ഓഫ് ആണ്. യെസ്, ബട്ട് ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. ബട്ട് ഇറ്റ് ഈസ് സ്വിച്ച്ഡ് ഓഫ്. അത് സ്വിച്ച്ഡ് ഓഫ് ആണ്. ടോണി പറയണേ, അതാരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. എങ്ങനെ പറയാം? സംവൺ മൈറ്റ് ഹാവ് സ്റ്റോളൻ ഇറ്റ്. സംവൺ മൈറ്റ് ഹാവ് സ്റ്റോളൻ ഇറ്റ്. അതാരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. സംവൺ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക. അതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് സ്റ്റോളൻ. മൈറ്റ് ഹാവ് സ്റ്റോളൻ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചതായിരിക്കും. അപ്പോൾ അത് ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. സംവൺ മൈറ്റ് ഹാവ് സ്റ്റോളൻ ഇറ്റ്. അത് ആരെങ്കിലും മോഷ്ടിച്ചതായിരിക്കും. വീണ്ടും ജോണി ചോദിക്കണേ, ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? എങ്ങനെ ചോദിക്കാം? വാട്ട് ഡു വി ഡു നൗ? എങ്ങനെയാണ്? വാട്ട് ഡു വി ഡു നൗ? ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ടോണി പറയണേ, നിൻ്റെ ഫോൺ കണ്ടുപിടിക്കാൻ നമുക്ക് GPS ഉപയോഗിക്കാം. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി ക്യാൻ യൂസ് GPS ടു ഫൈൻഡ് യുവർ ഫോൺ. വി ക്യാൻ യൂസ് GPS ടു ഫൈൻഡ് യുവർ ഫോൺ. നിൻ്റെ ഫോൺ കണ്ടുപിടിക്കാൻ നമുക്ക് GPS ഉപയോഗിക്കാം. വി ക്യാൻ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. ടു ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ. യുവർ ഫോണ്, നിൻ്റെ ഫോണ്. അപ്പോൾ നിൻ്റെ ഫോൺ കണ്ടുപിടിക്കാൻ നമുക്ക് GPS ഉപയോഗിക്കാം. അപ്പോൾ ജോൺ പറയണേ, എൻ്റെ ഫോണിൽ ആ ഫീച്ചർ ഇല്ല. എങ്ങനെ പറയാം? മൈ ഫോൺ ഡസിൻറ്റ് ഹാവ് ദാറ്റ് ഫീച്ചർ. മൈ ഫോൺ ഡസിൻറ്റ് ഹാവ് ദാറ്റ് ഫീച്ചർ. എൻ്റെ ഫോണിൽ ആ ഫീച്ചർ ഇല്ല. ഡസിൻറ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ ഇല്ല. എൻ്റെ ഫോണിൽ ആ ഫീച്ചർ ഇല്ല. അപ്പോൾ ടോണി ചോദിക്കുകയാണേ, നീ പോലീസിനെ വിവരം അറിയിച്ചോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് യു ഇൻഫോം ദ പോലീസ്? ഡിഡ് യു ഇൻഫോം ദ പോലീസ്? നീ പോലീസിനെ വിവരം അറിയിച്ചോ? അപ്പോൾ ജോൺ പറയണേ, ഇല്ല, നോ. വീണ്ടും ടോണി പറയണേ, നീ പോലീസിനെ വിവരം അറിയിക്കണം. അത് കണ്ടെത്തുന്നതിന് വേണ്ടി അവർ നിന്നെ സഹായിക്കും. എങ്ങനെ പറയാം? നീ പോലീസിനെ വിവരം അറിയിക്കണം. യു ഷുഡ് ഇൻഫോം ദ പോലീസ്. യു ഷുഡ് ഇൻഫോം ദ പോലീസ്. നീ പോലീസിനെ വിവരം അറിയിക്കണം. അത് കണ്ടെത്തുന്നതിന് വേണ്ടി അവർ നിന്നെ സഹായിക്കും. എങ്ങനെ പറയാം? ദേ വിൽ ഹെൽപ്പ് യു ഫൈൻഡ് ഇറ്റ്. അത് കണ്ടെത്തുന്നതിന് വേണ്ടി അവർ നിന്നെ സഹായിക്കും. ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക. ദേ വിൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവർ സഹായിക്കും. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക. ഇറ്റ്, അത് കണ്ടെത്തുന്നതിന് വേണ്ടി അവർ നിന്നെ സഹായിക്കും. അപ്പോൾ ജോൺ പറയാണ്, ശരി, ഓൾറൈറ്റ്, ശരി. ഇന്ന് നമ്മൾ പഠിച്ച കോൺവെർസേഷനിലെ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ നന്നായി പഠിച്ച് നിങ്ങളുടെ സംസാരത്തിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലെ ഒരുപാട് കോൺവെർസേഷൻ വീഡിയോകൾ ഇനിയും വരാനുണ്ട്. കാത്തിരിക്കുക. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.